ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗം. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞത് നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുമല്ലോ, അതെങ്ങനെയാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അളവിനെ 12 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഈ അളവ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് ഇതുപോലെ കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് വരച്ചുള്ളൂ താഴേക്ക്, അതിൻ്റെ നേർപകുതി കാണാം. അപ്പോൾ ഇതിവിടെ റഫായിട്ട് വരയ്ക്കണ കാരണമാണ്. അപ്പോൾ നിങ്ങൾ സ്ലീവിൽ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഹാഫ് കണ്ടുപിടിച്ചതിൻ്റെ അതിൻ്റെയും ഹാഫ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തും ഇതുപോലെ ഹാഫ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പോയിന്റുകൾക്ക് ഓരോ പേര് കൊടുക്കാം. അപ്പോൾ ഈ സെൻട്രലായിട്ട് 0യും, പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് A എന്നും ഇത് B, നമുക്ക് ഈ ഒരു ഭാഗത്തിന് 1, 2 ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതിന് ശേഷം നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് നേരിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂർത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ വിട്ടിട്ട് വേണം കർവ് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ആണ് അടയാളപ്പെടുത്തിയത്. അതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു 0 എന്ന് അടയാളപ്പെടുത്തിയില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ചും, അതുപോലെ തന്നെ 1 എന്ന് അടയാളപ്പെടുത്തിയല്ലോ, അവിടെയും ഇതുപോലെ 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് വേണം നമ്മൾ സ്ലീവ് വരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് നേരെ വരച്ചതിന് ശേഷം അവിടെ നിന്ന് വേണം 1/2 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് വരയ്ക്കാൻ. എന്നിട്ട് നമ്മളത് 2ൽ കൂടി Bയിലേക്ക് ഇതുപോലെ വരയ്ക്കാം. പിന്നെ സീം അലവൻസിൻ്റെ അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ചും കൂടി വരച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് സ്ലീവ്. ഇനി നമുക്കിത് എങ്ങനെ കുഴിച്ച് വെട്ടണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് അടയാളപ്പെടുത്തിയല്ലോ, അവിടെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ Aയിൽ നിന്ന് 1 ഇഞ്ച് നേരെ ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ 1ൻ്റെ മുകളിൽ കൂടി, അതായത് 1ൻ്റെ മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് അകലത്തിലാണല്ലോ, അതുപോലെ തന്നെ 1ൻ്റെ മുകളിൽ കൂടെ വരച്ചിട്ട് 0യിൽ കൂടി 2ന് താഴെ 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് Bയിലേക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നുള്ളൂ. നമുക്കത് 0യിലേക്ക് മുട്ടിച്ച് 2ൻ്റെ അവിടെ 1/4 ഇഞ്ച് വിട്ടിട്ട് Bയിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സ്ലീവ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതൊരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കണം കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്.